ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ്. ഇന്ന് കർക്കിടക വാവ് ബലിയായതുകൊണ്ട് രാവിലെ അമ്മയും ചേട്ടനും ബലിയിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയായിരുന്നു. ഇന്ന് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ആയിരുന്നു. അപ്പോൾ മക്കൾക്ക് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് ഉരുളക്കിഴങ്ങ് കറി വേണ്ട, അവർക്ക് മുട്ടക്കറി വേണമെന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. ആ കാടമുട്ട എടുത്ത് അവർക്ക് ശരിയാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് 2 വെച്ച് വേണമെന്ന് പറഞ്ഞു. അവർക്കത് കൊടുത്തു. അപ്പോൾ എനിക്ക് സഹിക്കുമോ, ഞാനും ഒരു മുട്ട എടുത്ത് അവിച്ച് ഞാനും കഴിച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചായയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ ചായ ഉണ്ടാവാറില്ല, ചിലപ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിനുശേഷം ഇന്ന് കർക്കിടക വാവുബലി ആയതുകൊണ്ട് സദ്യയെല്ലാം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എൻ്റെ മോന് വന്ന് തേങ്ങ തിരികെ തരുന്നുണ്ട്. അവനും ചെറിയ രീതിയിലൊക്കെ സഹായിക്കും, മോളും സഹായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മലക്കറിയെല്ലാം അരിഞ്ഞപ്പോഴത്തേക്കും ഉള്ളി തൊലിച്ച് തരാനും വെണ്ടയ്ക്കയുടെ തല അരിഞ്ഞ് തരാനും എല്ലാം ഉണ്ടായിരുന്നു അവളും. പിന്നെ അതിനുശേഷം എൻ്റെ അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്. വീട് പണി നടക്കുന്നതുകൊണ്ട് ഇനി സാധനങ്ങൾ എന്തെങ്കിലും ഇറക്കണമെങ്കിൽ ഈ കിടക്കുന്ന സാധനമെല്ലാം പറക്കി ഒരു വശത്ത് ഒതുക്കിയിട്ടാൽ മാത്രമേ ഇനി അടുത്തുള്ള സാധനങ്ങൾ ഇറക്കാൻ പറ്റൂ. അപ്പോൾ അച്ഛനും കൂടെ വന്നിട്ടാണ്, അച്ഛനും ചേട്ടനും കൂടെ അതങ്ങ് ചെയ്തു. അപ്പോൾ അവർക്കൊരു 11 മണിയൊക്കെ ആയപ്പോൾ മരിച്ചീനി അവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളൊരു ഇലയൊക്കെ വെട്ടിയിട്ട് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യല് അമ്മയുടെ വക പായസമാണ്. പിന്നെ ഇന്നത്തെ എല്ലാം സ്പെഷ്യലായിരുന്നു. കുഞ്ഞി പപ്പടമാണ് ഞാൻ വാങ്ങിയത്, നല്ല ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ എല്ലാത്തിനേക്കാളും സ്പെഷ്യൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതെൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കടയിൽ പോയപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവളും എടുത്തു. പിന്നെ ഇത് പൊരിച്ച് സദ്യയിൽ കൂടെ വിളമ്പാലോ എന്ന് വിചാരിച്ച് ഇന്ന് ചെയ്യുവാണ്. അപ്പോൾ ഈ അടുക്കളപ്പണി, ഫുഡ് പ്രിപ്പറേഷൻസ് ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത് അമ്മയാണ്. പിന്നെ ഇത് ഇന്നത്തെ വളരെ സ്പെഷ്യലായിട്ടൊരു സാധനമാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. അവൾ ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അതിനുശേഷം പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് വാഴയിലയിലാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചത്. അപ്പോൾ അതെല്ലാം സദ്യയെല്ലാം വിളമ്പി എല്ലാം ഉണ്ടായിരുന്നു. ഇഞ്ചി ഉണ്ടായിരുന്നു, നാരങ്ങ, തോരൻ, പിന്നെ പാവയ്ക്കയുടെ മെഴുക്കല്ല, ഫ്രൈ പോലത്തെ ഒരു സാധനം, പിന്നെ അവിയൽ, ചോറ്, പരിപ്പ്, സാമ്പാർ, പഴം, പായസം. ഇത്രയാണ് നമുക്കിന്ന് സദ്യയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവനീ വാങ്ങി വെപ്പ് മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ പായസം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ചോറിങ്ങനെ വരവി വരവി ഇരിക്കത്തേ ഉള്ളൂ, എന്നിട്ട് പായസം കുടിക്കും. അവനൊരു പായസ കൊതിച്ചനാണേ. പിന്നെ മോൾക്ക് അങ്ങനെ മധുരമൊന്നും ഒരുപാട് ഇഷ്ടമല്ല. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അവൾ ചോറ് വയ്ക്കും. പിന്നെ ഇതായിരുന്നു നമ്മുടെ പായസം. സ്പെഷ്യൽ പായസമാണ്, ചെറുപയർ പായസമാണ്. നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അമ്മയുടെ വക ചെറുപയർ പായസം ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ വീട് പണി നടക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ കട്ടിളയും ജനലും ഒക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോന് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൻ ഉടനെ ഉറങ്ങും. അടുത്ത വളവ് കഴിയുമ്പോഴത്തേക്കും അവൻ ഉറങ്ങിക്കഴിയും. പക്ഷെ അവന് വലുതായാൽ ആഗ്രഹം ഡ്രൈവർ ആവാനാന്നാണ് പറയുന്നത്. എന്താവോ എന്തോ, അവൻ വണ്ടി കയറി ഉറങ്ങിക്കളയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോയ കട. അവിടെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. റെഡിമെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കിനിയിപ്പോൾ മരവും എല്ലാം എടുത്ത് പണിതൊക്കെ വരാനുള്ള സമയവും സാവകാശവും, അത് ഒരുപാട് കാശാവും. അതിനുള്ള കാശും ഇല്ല. നമ്മളിത് ലോൺ എടുത്തിട്ടാണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കോസ്റ്റ് എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമെങ്കിൽ അത് പിടിച്ച് ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നൊരു ഷോപ്പിൽ പോയി നോക്കിയതാണ്. അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ്റെ കോൺട്രാക്ടറൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നൊരു കടയാണ്. അങ്ങനെയാണ് നമ്മളവിടെ പോയത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലായിടത്തും ഉള്ളത്രയും വിലയും ഇല്ല. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അളവെല്ലാം നോക്കിയിട്ട് എന്തായാലും ഓർഡർ ചെയ്യും. അപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ വഴി കൂടെയൊക്കെ വരേണ്ടി വന്നു. അത് കാരണം റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുവാണ്. നമുക്ക് പരിചയമുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതിനുശേഷം പിന്നെ നമ്മളൊരു കടയിൽ കയറി ചായയെല്ലാം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ലൂയിസ് പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എല്ലാവരും ഇവനിങ്ങിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്ഥലമാണ് കാണാനും. ഇവിടെ ഇരുന്ന സൺസെറ്റ് എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ അതിനൊന്നും നിന്നില്ല. ചാറ്റൽ മഴയുണ്ടായിരുന്നു. പിന്നെ മോള് നമ്മുടെ കൂടെ വന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. നല്ല വ്യൂവും ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ
രാത്രിയായാൽ വിജനമായൊരു സ്ഥലമായതുകൊണ്ട് പിന്നെ പന്നിയുടെ ശല്യവും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് രാത്രിയിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നു. പിന്നെ രാത്രി പായസവും നമ്മുടെ സ്പെഷ്യൽ ചെറിയ പപ്പടവും മാത്രമാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ലൈക്കും ചെയ്യണം കേട്ടോ. ടാറ്റാ.